കളിയുടെ ഹീറ്റിൽ നമ്മൾ വീണ്ടും കളിക്കാൻ തുടങ്ങിയാൽ 20% ഉള്ളത് 50% മുകളിലോട്ട് കീറിപ്പോവുകയും പിന്നെ അത് ഓപ്പറേഷനിലൊക്കെ ചികിത്സിച്ചിട്ട് മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. മൂന്നാമതായിട്ട് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, എലിവേഷൻ. അത് എന്ത് ഇഞ്ചുറി, അത് സ്പോർട്സ് ആയാലും അല്ലാതായാലും ഒരു ചതവൊക്കെ പറ്റുമ്പോൾ ചെയ്യേണ്ട 4 കാര്യങ്ങളുടെ ചുരുക്കെഴുത്താണ്. റെസ്റ്റ് കൊടുക്കുക, ഏത് ഭാഗത്തിനാണോ പരിക്ക് പറ്റിയത് റെസ്റ്റ് ചെയ്യുക, അതായത് അനക്കാതെ വെക്കുക. ഐസ്, അതായത് തണുപ്പ്, ആദ്യത്തെ 1-2 ദിവസം നന്നായിട്ട് നീര് കുറയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഐസ് വെച്ച് കൊടുക്കുക. മൂന്നാമത്തത് കംപ്രഷൻ, ചെറുതായിട്ട് ബാൻഡേജ് എന്തെങ്കിലും ചുറ്റിയിട്ട് ഇതിലൊക്കെ നീര് കുറയാനും ആ ഭാഗത്തിലുള്ള അനക്കം കുറക്കാനുമാണ് കംപ്രഷൻ ചെയ്യുക. നാലാമതായിട്ട് എലിവേഷൻ. ഈ 4 കാര്യങ്ങൾ ഫസ്റ്റ് പ്രഥമ ശുശ്രൂഷ പോലെ നമുക്ക് സ്പോർട്സ് ഇഞ്ചുറിയിൽ ചെയ്തു കൊടുക്കാവുന്നതാണ്. സ്പോർട്സ് ഇഞ്ചുറി കഴിഞ്ഞു, ചെറുതായിട്ട് ഒരു പരിക്കുണ്ടായിരുന്നു, എന്നിട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ 2 ആഴ്ച വിശ്രമവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മുടെ വേദനയൊക്കെ മാറി. എന്നിട്ട് നമ്മൾ പിന്നെ ഡോക്ടറെ കാണാനോ ചികിത്സ തേടിയ സ്ഥലത്ത് വരാതെ നേരെ കളിക്കാൻ ഇറങ്ങുന്നു. അതൊരിക്കലും ചെയ്യരുത്. പരിക്ക് പറ്റുമ്പോൾ ആ ഒരു 2 ആഴ്ച അതേവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മസിലും ഈ പറഞ്ഞ റെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മസിലിനൊക്കെയുള്ള ശോഷണം വരും. ഈ മസിലുകൾ നമ്മൾ അനക്കാതെ വെക്കുമ്പോൾ, ഈ 2 ആഴ്ച റെസ്റ്റ് എടുക്കുമ്പോൾ അതൊക്കെ അതിന് ചുറ്റുമുള്ള ജോയിൻറ്റിൻ്റെ മൊബിലിറ്റി കുറഞ്ഞിട്ടുണ്ടാവും, മസിലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ടാവും, ഇതൊക്കെ വന്നിട്ടുണ്ടാവും. ആ വന്ന സാധനം നമ്മൾ വീണ്ടും കളിക്കുന്നതിന് വേണ്ടി റീഹാബിലിറ്റേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ കളിക്കാൻ പാടുള്ളൂ.